കഴിഞ്ഞ ദിവസം പാദരാത്രി പാകിസ്ഥാനിൽ ഇന്ത്യ തീമഴ പെയ്ച്ചപ്പോൾ പാകിസ്ഥാനിലെ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഭീകരവാദികളും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരും ഭീകരവാദികളുടെ അഭ്യുദയകാംക്ഷികളും അടക്കമുള്ളവർ പാകിസ്ഥാനിലേക്ക് ചോരയൊലിച്ചിറങ്ങുന്ന ഭീകരവാദികളുമായി ഓടിയെത്തുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീകരവാദികളെ കൊണ്ട് ഭീകരവാദികളുടെ അനുയായികൾ പാകിസ്ഥാന്റെ ആശുപത്രികൾ നിറയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചത്. എന്ത് തന്നെയായിരുന്നാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് വലിയ രീതിയിലുള്ള ട്രെയിനിങ് അവിടെയുള്ള വിദ്യാർത്ഥികൾ, അതായത് മദ്രസയൊക്കെ അടച്ചുപൂട്ടി മദ്രസ വിദ്യാർത്ഥികൾക്കടക്കം കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചറിൽ എങ്ങനെ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകണം, എങ്ങനെ ട്രിപ്പ് ഇടണം, എങ്ങനെയാണ് ഒരു അസുഖം ബാധിച്ച അല്ലെങ്കിൽ ഒരു തളർന്നു കിടക്കുന്ന അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്ത് അവിടെ ഒരു പഠനം കൈകാര്യം ചെയ്യേണ്ടത്, ആശുപത്രിയിൽ എത്തിക്കേണ്ടത്, ഫയർ എക്സ്റ്റിംഗ്വിഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള പാകിസ്ഥാൻ ആ ഒരു നിർദ്ദേശവും ആ ഒരു പഠനവും അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് പാഴായില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആശുപത്രികളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്നു. പാകിസ്ഥാന്റെ 600 ഭീകരവാദികളെയാണ് പാകിസ്ഥാനിൽ ഇന്ത്യ കുറിവെച്ചത് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ പല ആശുപത്രികളിലും ഇപ്പോൾ കിടക്കകൾ പോലും കിട്ടാനില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള കൊടൂര ഭീകരന്മാരെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ 3 സൈഡിൽ നിന്നുമുള്ള ആക്രമണം, 9 സ്ഥലങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനിൽ മിസൈൽ മഴ പെയ്യിച്ചു. 9 ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ മഴ പെയ്യിച്ചു. അതിൽ ഹാഫിസ് സയ്യിദിന്റെ മദ്രസയും ഹാഫിസ് സയ്യിദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും അടക്കമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിവരം. എന്തായാലും പാകിസ്ഥാനിലെ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നു. പാകിസ്ഥാനിൽ ഡോക്ടർമാരെ എല്ലാം ഇപ്പോൾ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അവധിയിൽ ആരും കയറരുതെന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നാലും ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരും എല്ലാം തന്നെ ഉടനടി അവിടെ എത്തണമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. ആശുപത്രികൾ വലിയ രീതിയിൽ നിറഞ്ഞു കവിയുന്ന ഈ സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് പാകിസ്ഥാൻ, വലിയ നാണക്കേടിലാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ബോധിപ്പിക്കാനായി ശ്രമിക്കുന്നത് ഈ തിരിച്ചടി എന്ന് പറയുന്നത് അത് നമ്മുടെ സിവിലിയൻസിന് നേരെയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായി ഇന്ത്യ വ്യക്തമാക്കുന്നു, ഇത് സിവിലിയൻസിന് നേരെയുള്ള തിരിച്ചടിയല്ല, അവരെ ആരെയും തൊട്ടിട്ടില്ല, മരിച്ചിരിക്കുന്നത് മുഴുവൻ കൊടൂരമായിട്ടുള്ള ഭീകരവാദികൾ തന്നെയാണ് എന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.